ഹായ്, ഫൈസൽ വ്ളോഗറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പാലക്കാട് വിക്ടോറിയ കോളേജിനടുത്തുള്ള എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സോഷ്യൽ കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ഏകദേശം ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. അപ്പം ഇവിടുത്തെ ഒരു ഫുഡ് റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ നമ്മളെ ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ട് അത്യാവശ്യം കുറേ ആയി, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ചാനലിൻ്റെ ഫസ്റ്റ് ഫുഡ് വീഡിയോ ആണ് നമ്മൾ ഈ സോഷ്യൽ കിച്ചണിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കപ്പോൾ നേരെ സോഷ്യൽ കിച്ചൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് വരുന്നത്. നേരെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബില്ലിംഗ് കൗണ്ടറാണ്. നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മളിവിടെ പറഞ്ഞിട്ട് നമ്മളിവിടെ ബില്ല് പേ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ. ആദ്യം ബില്ല് നമ്മൾ പേ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ മെനു വരുന്നത്. ഗീ ദോശ, മസാല ദോശ, സെറ്റ് ദോശ, ഓപ്പൺ ബട്ടർ മസാല ദോശ, പൂരി, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. റേറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി നമ്മൾ ഇവിടുത്തെ പാലക്കാടത്തെ ബാക്കിയുള്ള കടകൾ നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് ഇത് സെൽഫ് സർവീസ് ആണ് കേട്ടോ. പാഴ്സലുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഡെലിവറി കൗണ്ടർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾഭാഗം വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതൊന്നല്ല ശരിക്കും ഇവിടുത്തെ തിരക്ക് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇന്ന് പൊതുവെ എന്താ അറിയില്ല, ആള് കുറവാണ്. നമുക്ക് എന്തായാലും ഞാൻ ഒറ്റക്കല്ല കേട്ടോ, നമ്മളെ കൂടെ 2-3 ആൾക്കാരുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പമുള്ള ആൾക്കാരാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ്. ഇത് സെറ്റ് ദോശ, അതുപോലെ തന്നെ ഇത് പൂരി, നെക്സ്റ്റ് ഗീ ദോശ, പിന്നെ കാരാബാത്ത്. ജലി ഓൾറെഡി കഴിക്കൽ തുടങ്ങിട്ടോ. എങ്ങനെയുണ്ട് ജലി കാരാബാത്ത്? കിടൻ 20 രൂപക്ക് ഒരു സ്പൂണാണ് ഉണ്ടാവുക. അതായത് ഇത് 2 എണ്ണമാണ്. ഇത് 40 രൂപയുടെ ക്വാണ്ടിറ്റിയാണ്. ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് കഴിച്ചിട്ട് പറയാം. അൽഫാസ് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അൽഫാസ് പൂരി? അടിപൊളിയാണ്, സൂപ്പറാ. സൂപ്പറാ, നല്ലൊരു ഇതാണ് ഇവർക്ക്. നമുക്കിപ്പോ ഫുഡാണെങ്കിൽ നല്ലൊരു അപ്പൊ ഞാനിത് കഴിക്കാൻ പോകണം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സെറ്റ് ദോശയാണ്. ഇതാണ് കേട്ടോ സാധനം വരുന്നത്. ഇതിന്റെ കൂടെ നമുക്കുള്ളത് ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട്. നമ്മളെ ഒരു പ്രമുഖ ഫുഡ് ബ്ലോഗർ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്തപ്പോൾ ആള് പറഞ്ഞത് ചമ്മന്തിയൊക്കെ ഭയങ്കര ലൂസാണ്, തിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചൊന്നല്ല കേട്ടോ. ഞാൻ ഏകദേശം 3 മാസമായി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇവരൊക്കെ വർഷങ്ങളോളായി. ഇതാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. കണ്ടോ, നല്ല തിക്നെസ് ഉണ്ട്. ഇതിലും കൂടുതൽ തിക്നെസ് ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഈ ഒരു ചട്നിയാണുള്ളത്. പുള്ളിക്കാരൻ വന്ന ഒരു വൈറ്റ് ചട്നിയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇതിനൊരു എന്താ പറയാ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. എനിക്ക് തോന്നുന്നത് നല്ല നമ്മളെ ചുവന്ന മുളകില്ലേ, അത് അരച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ, വറ്റൽ മുളക്. എന്തായാലും നമുക്ക് ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാം. അടിപൊളിയാണ് കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഉണ്ടോ, നല്ല തിക്കുണ്ട്. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് പിന്നെ വെള്ളം പോലെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ, നല്ല തിക്കുണ്ട്. ഇത് നിങ്ങൾ പറ്റി പിടിച്ചിട്ട് കണ്ടോ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് സാമ്പാറാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് സാമ്പാറിനെ നോക്കി കഴിച്ചു നോക്കാം. അടിപൊളി. ഇവിടുത്തെ സാമ്പാറുണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ സാമ്പാർ വരുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ സാമ്പാർ. ഞങ്ങളുടെ നാട്ടിലത്തൊക്കെ സാമ്പാറിന് പറഞ്ഞാൽ കുറേ കഷ്ണങ്ങൾ വെട്ടി ഉറുക്കിയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം ഞാൻ ആദ്യം സാമ്പാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ അതാണ് സാമ്പാറിനെ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ സാമ്പാർ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഈ സാധനം ഇത് ഒന്നുമില്ല കേട്ടോ. ഇതിൽ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് വെള്ളം മാത്രമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊണ്ട് ശർക്കരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. ഇവിടുത്തെ സാമ്പാർ ആദ്യം ഇതിലും അടിപൊളിയായിരുന്നു. ഇപ്പം ഇവര് ടേസ്റ്റ് കൊണ്ട് ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ സാധനം തരുന്നത്. എന്നിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. അടിപൊളി സാമ്പാർ കിട്ടില്ലൻ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്ന സംഭവം കേട്ടോ, കോഫി ഒരു രക്ഷയില്ല. 10 രൂപ വരുന്നത് ഈ ഒരു ഗ്ലാസ്സിലേ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് കുടിക്കാൻ ഇതിന് ധാരാളം. കോഫി ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ കോഫി.
കോഫി ഉണ്ടാക്കണത് ഞങ്ങൾക്ക് ജസ്റ്റ് അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ കൗണ്ടറിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ അത് ഫുള്ളാക്കട്ടെ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചട്നീൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മുക്കി കാണിച്ചു തരാം. എന്താ വെള്ളം പോലെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. കണ്ടോ, അത്രയും തിക്കാണ് ഇവിടുത്തെ ചട്നി എന്ന് പറയുന്നത്. കേട്ടോ, അടിപൊളി. നമുക്ക് എന്തായാലും ഗീ ദോശ ഒന്ന് ടേസ്റ്റ് ആവും കേട്ടോ. നമ്മളെ ഷാക്കിൻ്റെയിലുണ്ട്, ജസ്റ്റ് ഒരു പീസ് എടുക്കണം. ഇതാണ് ഗീ ദോശ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടിയും നമുക്ക് ചട്നിയാണ് വരുന്നത്. ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും. നമുക്ക് എന്തായാലും രണ്ടിലും കഴിച്ചു നോക്കാം. അടിപൊളി. എനിക്ക് സെറ്റ് ദോശയിലേറെ ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു ഗീ ദോശ എന്ന് പറയുന്നത്. ഒരെണ്ണയാണ് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ 35 രൂപക്ക്. സെറ്റ് ദോശ ആകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 3 പീസ് നമുക്ക് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ക്യാരറ്റും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സാമ്പാറിൽ നോക്കി കഴിച്ചു നോക്കാം. അടിപൊളി. നമുക്ക് സാമ്പാർ കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഇതുണ്ടോ, ആൾക്കാർ പായസം പോലെ കുടിക്കുന്ന സാധനമാണ് ഇവിടുത്തെ സാമ്പാർ എന്ന് പറയുന്നത്. ഇതിന് ചിലവ് കൂടുതലായതുകൊണ്ട് ഇവരിപ്പോൾ നിലവിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് വെച്ചിട്ടാണെന്നാണ് പറയണത്. മുമ്പ് വന്നപ്പോൾ ഇതിലേറെ അടിപൊളിയായിരുന്നു, ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് ഇതിന് ചിലവ് കൂടുതലാണ്. ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ച ആൾക്കാർ വീണ്ടും എന്താ പറയുക, സാമ്പാർ മാത്രം ചോദിച്ച് വാങ്ങിയിട്ട് പായസം പോലെ കുടിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ട് സാധനം. സാമ്പാറില് മധുരം കുറച്ച് ജനി സംഭവേ കാരാപാത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് അതിൻ്റെ ചുരുങ്ങിയ പോർഷൻ പോലും ബാക്കി വെക്കണില്ല കേട്ടോ. കണ്ടോ, അതിൻ്റെ കറിവേപ്പിലൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് കാരാപാത്ത് ഫുള്ളായിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ. അതെ, മുളകും കറിവേപ്പിലൊക്കെ സെപ്പറേറ്റ് ഇട്ട് കാരാപാത്ത് മാത്രം വേർതിരിച്ചെടുത്ത് ഒരു പീസ് പോലും ബാക്കിയാക്കിയിട്ടില്ല എന്നാണ് പറയണത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. ബാക്കി കാഴ്ചകൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പോലെ ഇവിടെ ഇരിക്കും. ജലിയ, എത്ര വർഷമായി സോഷ്യലിന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഏതാണ്ട് 8 മാസത്തിന് കൂടുതലായി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പൊക്കെ ഇടയ്ക്ക് വന്നിട്ട് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ വന്ന സമയത്ത് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽ. നമ്മൾ പുറത്ത് ബാംഗ്ലൂർ സൈഡിലൊക്കെ കാണുന്നത് ഇതുപോലെ നമ്മൾ തന്നെ സെൽഫ് സർവീസ് ആയിട്ടുള്ള ഇത് കാണുന്ന ബാംഗ്ലൂർ. നമ്മൾ ഇതൊരു സ്പെഷ്യലായിട്ട് പാലക്കാട് വന്നതാണ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഇവിടുന്നാലും പുറത്താണെങ്കിലും എന്താ വെച്ചാൽ പൂരിയാണ്. എന്താ വെച്ചാൽ പൂരി, നമ്മുടെ ബജിക്കറി. അപ്പോൾ അതന്നെയാണ് ഇവിടെയും ഫേവറേറ്റ്. ഇവിടെ അത് കൂടാതെ ഞാൻ ഇവിടുന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഗീ റോസ്റ്റിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഗീ റോസ്റ്റും അതിലേക്കുള്ള സാമ്പാറിൻ്റെ കാര്യം പറയണ്ട, സാമ്പാർ സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പായസം പോലെ കുടിച്ചു പോകും, അതുപോലത്തെ സാമ്പാറാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും, പിന്നെ ഓരോ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഓരോ ഐറ്റം ക്വാണ്ടിറ്റി വൈസ് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല കോഫി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കോഫി മേക്കിങ് വരുന്നത്. നല്ല തിളച്ച പാലൊരു പാത്രത്തിലുണ്ട്. അത് നമ്മൾ ഈ കോഫി ഉണ്ടല്ലോ, കോഫി ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടാവും. അതൊരു പാത്രത്തിൽ ആക്കിയിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കും. അതിൽ നല്ല തിളച്ച പാല് ഒഴിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടന്റ് നല്ല കുറവാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു പ്രമുഖ വ്ളോഗർ ആരാണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ അടുത്തൊക്കെ ഷവർമ്മ എന്താ പറയുക ട്രോൾസിൽ വളരെ അധികം ഉണ്ടായിരുന്നുള്ളൊരു മനുഷ്യനാണ്.
എന്തായാലും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ടാറ്റ, ബൈ ബൈ.